വെൽക്കം ടു ദാസ് ക്രിയേറ്റീവ് ബൈറ്റ്സ്. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ടേസ്റ്റി മിക്സഡ് സലാഡാണ്. ഇപ്പം വെയിറ്റ് കുറയ്ക്കണമെന്നും ഹെൽത്തി ആയിട്ടിരിക്കണമെന്നും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് റെസിപ്പിയാണ് ഈ മിക്സഡ് സലാഡ് എന്ന് പറയുന്നത്. അപ്പം വെജിറ്റബിൾസ് സാധാരണ നമുക്ക് കഴിക്കാൻ എല്ലാവർക്കും മടിയുള്ളൊരു കൂട്ടത്തില്ല. ഒരു 2-3 ദിവസം അടുപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു മടിപ്പ് തോന്നും. പക്ഷേ ഈ രീതിയിൽ സലാഡ് ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ സലാഡ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1 പ്ലേറ്റ് അളവിലുള്ള ഒരു സാലഡ് പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. നമുക്കിതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിനൊക്കെ കൃത്യമായിട്ട് ഒരു അളവില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ഇൻഗ്രീഡിയൻസ് മാറ്റുകയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിവിടെ മാതള നാരങ്ങ തൊലി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മാതള നാരങ്ങ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയുടെയും പൊട്ടാസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയൊക്കെ ഒരു കലവറയാണ്. അപ്പോൾ ഞാൻ ഈ തൊലി കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും ഒരു 1/2 കപ്പ് അളവിലുള്ള മാതള നാരങ്ങയാണ് നമ്മുടെ ഈ സലാഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തതായി എടുക്കുന്നത് ആപ്പിളാണ്. ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഫൈബേഴ്സിൻ്റെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും വൈറ്റമിൻസിൻ്റെയൊക്കെ ഒരു വലിയ കലവറയാണ്. അപ്പോൾ ഈ ഒരു ആപ്പിളിൻ്റെ 1/4 ഭാഗം മാത്രമേ ഞാൻ ഈ റെസിപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് പേരയ്ക്കയാണ്. പേരയ്ക്കയുടെയും ഒരു 1/4 ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ പേരയ്ക്കയിലും ധാരാളം ഫൈബേഴ്സും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നതിന് വളരെ സഹായിക്കുന്ന ഒന്നാണ്. അടുത്തത് നമ്മൾ എടുക്കുന്നത് ഒരു പകുതി ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റും അറിയാലോ, നമ്മുടെ വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ക്യാരറ്റ്. അപ്പോൾ അതുപോലെ തന്നെ അതിനകത്ത് ഫൈബേഴ്സും പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സാലഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ക്യാപ്സിക്കം ആണ്. ക്യാപ്സിക്കം ഞാനിവിടെ ഒരു 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ക്യാപ്സിക്കം വൈറ്റമിൻ സിയുടെയും വൈറ്റമിൻ എ, വൈറ്റമിൻ കെ, പൊട്ടാസ്യം, മഗ്നീഷ്യം ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ക്യാപ്സിക്കം. അപ്പോൾ ഇത് നമ്മുടെ സാലഡിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് മല്ലിയില, കൊറിയാൻഡർ ലീവ്സ്. ഇതും ഞാൻ ഒരു 2 തണ്ടളവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഈ മല്ലിയിലയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എ, കെ, സി, കാൽസ്യം, അയൺ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സലാഡിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ലീഫി ഐറ്റമാണ് മല്ലിയില. അടുത്തതായി ഒരു പകുതി തക്കാളിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്തും ധാരാളമായിട്ട് വൈറ്റമിൻ സി, വൈറ്റമിൻ ബി, പൊട്ടാസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സലാഡിൽ നമ്മൾ തക്കാളിയും ഉൾപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് സവാളയാണ്. സവാളയിലും വൈറ്റമിൻ സി, ഫൈബേഴ്സ്, ഫോളിക് ആസിഡ്, ആൻറ്റി ഓക്സിഡൻസ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ഫുള്ളും യൂസ് ചെയ്ത് ഒരു ചെറിയ സവാള ആയതുകൊണ്ട് ഫുള്ളായിട്ടങ്ങ് എടുത്തു. നമുക്കിനി ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പം ഞാനിവിടെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഐറ്റം മാത്രം, അതായത് അപ്പോൾ ആപ്പിൾ മാത്രം മേടിച്ച് വെച്ച് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ക്യാരറ്റ് മാത്രം മേടിച്ച് വെച്ച് കഴിക്കുക. അപ്പം ആ ഒരു വെജിറ്റബിളിലോ ഫ്രൂട്ടിലോ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസോ മിനറൽസോ മാത്രമേ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുള്ളൂ. എല്ലാ ഐറ്റംസും ഒരു 1-2 എണ്ണം വീതം മേടിച്ച് വെച്ച് അതിൻ്റെ കുറേശ്ശെ ഭാഗം ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിന് ലഭിക്കും. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും വിതറാം. അപ്പം ഈ പെപ്പർ പൗഡറും സോൾട്ടും നമുക്ക് ടേസ്റ്റിന് മാത്രമല്ല, നമ്മുടെ പെപ്പറിനകത്ത് കുറേ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇത് ഡൈജഷനും സഹായിക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, സാൾട്ട് നമ്മുടെ മെറ്റബോളിസത്തിനെ ബാലൻസ് ചെയ്യാൻ വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം വെയിറ്റ് കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ മിക്സഡ് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.